നമസ്കാരം. ഞാൻ ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ കേരള സംസ്ഥാന പ്രസിഡൻ്റാണ്. 2024 ഈ സംഘടന നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ചർച്ചയുടെ ഇടയിൽ ആദിവാസികളിലേക്ക് നമ്മുടെ ചർച്ച എത്തിപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ പറയാനുള്ളത്, പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നിലവിൽ നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 140ഓളം കുടുംബങ്ങളാണ് പുഴയ്ക്ക് ഇക്കരെ കടക്കാൻ പറ്റാതെ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. 600 പേരാണ് അവിടെ ഉള്ളത്. അവരും വോട്ടർമാരാണ്. അങ്ങനെയെങ്കിലും ഒരു പരിഗണന കൊടുക്കുക. പിന്നെ ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ, ഈ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് വേണോ എന്നാണ് ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, പീപ്പിൾ റെപ്രസെൻറ്റേഷൻ ആക്ട് 950 പ്രകാരം 151 വകുപ്പിൽ ഒരു ജനപ്രതിനിധിക്ക് 12 മാസം പ്രവർത്തനത്തിന് വേണ്ട സമയം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ഒഴിവ് നികത്തേണ്ടതുള്ളൂ. അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. നമ്മുടെ ഈ സാഹചര്യത്തിൽ, നമ്മുടെ ഇപ്പോഴത്തെ ഈ പ്രളയക്കെടുതി വരാൻ പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളുകളാണ് പ്രളയ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറാൻ പോകുന്നത്. ഉദ്യോഗസ്ഥരാണ് പ്രളയ ദുരിതാശ്വാസത്തിന് ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത്. ഈ ഉദ്യോഗസ്ഥരെല്ലാം ഈ ഇലക്ഷന്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠയാണ് ഞങ്ങൾക്കുള്ളത്. ആദിവാസി സമൂഹത്തിന്റെ കാര്യത്തിലാണ് പ്രത്യേകിച്ച് ഉത്കണ്ഠയുള്ളത്. ശരി, ശ്രീ വസീഫ്, ഇവിടുത്തെ സിറ്റിംഗ് MLA നിങ്ങളുടെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്കൊപ്പം അല്ലെങ്കിലും സംസ്ഥാന സർക്കാർ, നിങ്ങളുടെ പാർട്ടി നയിക്കുന്ന സർക്കാരാണ്. ആദിവാസികളുമായി ബന്ധപ്പെട്ട അനവധി വിഷയങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ പോത്തുകല്ല് ഉൾപ്പെടെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. സഞ്ചാര പാത, റോഡുകളുടെ നിർമ്മാണം, പാലങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഇനിയുമുണ്ട്. ഇതിനുൾപ്പെടെയുള്ള മറുപടി. ഇവിടെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയം അങ്ങ് പക്ഷേ ഒരുപാട് നീട്ടിക്കൊണ്ടുവരുന്നത് നമ്മുടെ സമയമായി. അവർക്കൊക്കെ കൊടുത്ത സമയം എനിക്കും തന്നാൽ മതി. ഈ കേന്ദ്രം ഇവിടേക്ക് ഒരുപാട് തന്നു എന്നുള്ളതാണ്. കണക്കറിയാത്തോണ്ടാന്ന് തോന്നുന്നു. ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തതിൻ്റെ ഒരു വിഹിതമാണ് ഇങ്ങോട്ട് തരേണ്ടത്. ആ വിഹിതം 3.9% ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.8% കുറച്ചതാണ് BJP. അത് മനസ്സിലാക്കണം. ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ വിഹിതം ഇങ്ങോട്ട് തരാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞങ്ങളുടെ അവകാശമാണ്, അത് തന്നിരിക്കണം. അതാണ് ഒരു കാര്യം. BJP അത് അവരുടെ ഒരു ഔദാര്യമായി കാണരുത്. അതിൽ അഡീഷണലായി തരേണ്ടതാണ്. പ്രളയമുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുക. വയനാട്ടിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിപ്പോയി എന്നല്ലാതെ ഒരു രൂപ അനുവദിച്ചോ? തന്നത് തന്നെ വായ്പയായിട്ട് അനുവദിച്ചത്. എന്നിട്ടാണ് BJP സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വർത്താനം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അതൊന്നും പറഞ്ഞു പോലെ. പിന്നെ RSSുമായി നമുക്ക് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ സമയം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇദ്ദേഹത്തിന്റെ മറുപടിയോടുകൂടി അവസാനിപ്പിക്കാൻ വേണ്ടി സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങ് പെട്ടെന്ന് പൂർത്തീകരിക്കും. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മണ്ഡലത്തിനകത്ത് ഇപ്പോൾ UDF കേരളം ഭരിച്ചിരുന്ന സമയത്ത് സ്കൂളുകളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സ്കൂളുകളെല്ലാം ലാഭവും നഷ്ടവും നോക്കിയിട്ട് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരുന്നു ഈ കേരളത്തിൽ. അന്ന് മന്ത്രി അബ്ദുൾ റബ്ബാണ്, അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് സ്കൂളുകൾ ലാഭവും നഷ്ടവും നോക്കി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാ. ആ സ്കൂളുകളാണ് ഇന്ന് ഇവിടെ 22 സ്കൂളിന് 43 കോടി രൂപയാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ കൊടുത്തത്. സാധാരണക്കാരന്റെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരമാണ് ഇവിടെ ഇടതുപക്ഷം ഉണ്ടാക്കിയത്. ഇവിടുത്തെ പാലങ്ങളായാലും ഇവിടുത്തെ റോഡുകളായാലും ഇതിനൊക്കെ വേണ്ടി PWD മാത്രം ചെലവഴിച്ചത് 500 കോടിയോളം രൂപയാണ് ഈ മണ്ഡലത്തിൽ മാത്രം, ഈ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മാത്രം. പിന്നെ വ്യവസായങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവരുടെ നേതാവ് ശശി തരൂർ തന്നെ പറഞ്ഞത്, കേരളമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ രാജ്യത്ത് തന്നെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ളത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ് എന്ന് ഈ UDFന്റെ നേതാവ് ശശി തരൂർ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് പറയാനാ? ഈ എല്ലാം സ്വീകരിക്കണ്ട, അങ്ങനെ എല്ലാം സ്വീകരിക്കണ്ട, നിങ്ങൾക്ക് പോലും പറയേണ്ടി വന്നു. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അങ്ങനെയുള്ള ഈ വികസന കാര്യങ്ങളിൽ ക്രിയാത്മകമായ നേതൃത്വമായി പോകുന്ന ഇടതുപക്ഷം ആ ഇടതുപക്ഷമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ആ ഇടതുപക്ഷത്തിന് പിന്തുണക്കുന്ന ഒരു പ്രതിനിധി ഉണ്ടായാൽ അത് നാടിനാണ് ഗുണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യ രാഷ്ട്രീയം ഉണ്ടായിരിക്കുന്നത്, അല്ലാതെ ഒരു കാര്യം പറഞ്ഞില്ല. RSSന്റെ ഔദാര്യത്തോട് കൂടി ഇന്ത്യയിൽ ഒരാൾക്കും ജീവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കൃത്യമായ ഒരു മറുപടി ഞാൻ പറഞ്ഞുതരാം.
അങ്ങ് ചുരുക്കി പറഞ്ഞ നമ്മുടെ സമയം കഴിഞ്ഞു. നമ്മുടെ സമയം കഴിഞ്ഞു. നമ്മുടെ സമയം കഴിഞ്ഞു. നിരവധി ചോദ്യങ്ങളാൽ സമ്പന്നമായിരുന്നു നമ്മുടെ ദിനത്തിന്റെ ഈ എപ്പിസോഡ്. ജനകീയ വിഷയങ്ങളും രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ്.